students. Now, part 1 speaking and writing. Speaking ഏറ്റവും ലാസ്റ്റ് ടാസ്ക് ആയ റെസ്പോണ്ട് ടു എ സിറ്റുവേഷനെ കുറിച്ച് അതെങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരാനായിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഒരുപാട് കുട്ടികൾ ഇപ്പൊ റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് മെസ്സേജസ് അയക്കാറുണ്ട്. ഇപ്പോഴും പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ആണ് റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളത്. റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ടാസ്ക് ആണ്. ഇത് നേരത്തെ നമുക്ക് PT കോറിന്റെ അകത്ത് ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തൊരു ടാസ്ക് ആണ്. അപ്പൊ PT കോറിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഓൾറെഡി കിടപ്പുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ 2 to 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുക. ആൻഡ് ഇത് സ്പീക്കിംഗിലേക്ക് മാത്രമാണ് അതിന്റെ മാർക്ക് കോൺട്രിബ്യൂട്ട് ആകുന്നത്. റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിയൽ ടൈം സിറ്റുവേഷനെ കുറിച്ചിട്ട് നമുക്കൊരു ഓഡിയോ കേൾക്കാൻ പറ്റും. ആൻഡ് ആ കേൾക്കുന്ന സെയിം ഓഡിയോയിൽ എന്താണോ പറയുന്നത് അത് തന്നെ അവിടെ ഒരു പ്രോംപ്റ്റ് ഒരു സാധനം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. സോ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് വൺസ് അത് കേട്ടതിന് ശേഷം നമുക്ക് ചെറിയൊരു പ്രിപ്പറേഷൻ ടൈം ഉണ്ടായിരിക്കും, ഒരു 10 seconds. അതിനുശേഷം നമുക്ക് ഹെഡ്ഫോണിൽ ബീപ്പ് സൗണ്ട് കേൾക്കാം. എന്നിട്ട് റെക്കോർഡിംഗ് ബാർ സ്റ്റാർട്ട് ആവും. ആൻഡ് നമ്മൾ 40 സെക്കൻഡ് ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അതിൽ മിനിമം ഒരു 30-35 സെക്കൻഡ് എങ്കിലും നമ്മൾ സംസാരിക്കണം. റെസ്പോണ്ട് ടു എ സിറ്റുവേഷന്റെ മാർക്കുകൾ മെയിൻ ആയിട്ട് അവർ നോക്കുന്നത് കണ്ടന്റ്, ഫ്ലുവൻസി ആൻഡ് പ്രൊനൗൺസിയേഷൻ. ആൻഡ് കണ്ടന്റിന് ഇപ്പൊ 6 മാർക്സ് ആണ് ഉള്ളത്. ആൻഡ് സോ കണ്ടന്റ് ഇമ്പോർട്ടന്റ് ആണ്. അതായത് അവർക്ക് വേണ്ടത് റിയൽ കണ്ടന്റ് ആണ്. അതായത് ടെംപ്ലേറ്റുകളോ അല്ലെങ്കിൽ നമ്മൾ സ്ട്രക്ചർ ചെയ്ത് നമ്മൾ കൊണ്ടുവല്ല, ഒരു റിയൽ കണ്ടന്റ് ആണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ കണ്ടന്റ് ഇപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. റെസ്പോണ്ട് ടു എ സിറ്റുവേഷന്റെ ഒരു നല്ല ഗുണം എന്താന്ന് വെച്ചാൽ റെസ്പോണ്ട് ടു എ സിറ്റുവേഷന്റെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ പകുതിയോളം ആൻസറുകൾ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ വളരെ കുറച്ച് മാത്രം നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ. ആൻഡ് ടെംപ്ലേറ്റ് യൂസ് ചെയ്യാവോ, ടെംപ്ലേറ്റ് വർക്ക് ആകുമോ എന്ന് ചോദിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പം ഒരു PR-ന് അപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പം വേണ്ടത് പ്രൊഫഷൻ സ്കോർ സ്പീക്കിങ്ങിന് വേണ്ടത് ഒരു 76 മാർക്സ് ആണ്. അതൊരു സുപ്പീരിയർ സ്കോർ ആണെങ്കിൽ സ്പീക്കിങ്ങിന് വേണ്ടത് 88 മാർക്കാണ്. സോ അത്രയും മാർക്ക് ഔട്ട് ഓഫ് 90 അത്രയും മാർക്ക് വേണ്ട ഒരു വ്യക്തിയിൽ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്തത് മിനിമം ഒന്ന് റെസ്പോണ്ട് ചെയ്യാനായിട്ട് അവർക്ക് കഴിയണം എന്നുള്ളതാണ്. സോ അത്രയും സ്കോർ വേണ്ട ആളുകൾ സ്വന്തമായിട്ട് തന്നെ പറയാം, അതായത് റിയൽ ആൻസറുകൾ പറയാം. ആൻഡ് പക്ഷെ സ്കോർ വളരെ കുറച്ച് വേണ്ട ആളുകൾ ഉണ്ടാവും. ഓക്കെ, അവർ ഓരോരുത്തരുടെയും മിസ്സൊക്കെ അനുസരിച്ചിട്ട് സ്കോർ വളരെ കുറച്ച് വേണ്ട ആളുകൾ ഉണ്ടായിരിക്കും. 28 സ്കോർ വേണ്ട ആളുകളുണ്ട്, 36 സ്കോർ വേണ്ട ആളുകളുണ്ട്, 43 സ്കോർ വേണ്ട ആളുകളുണ്ട്. പക്ഷെ ഇവര് ഒരു ലാംഗ്വേജിന്റെ കാര്യത്തിൽ ബിലോ ആവറേജ് സ്റ്റുഡൻസ് ആയിരിക്കും. അതായത് അവർ ജസ്റ്റ് 10th മാത്രം പാസ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഓക്കെ, പക്ഷെ ഒരു വിസയുടെ ഇതനുസരിച്ചിട്ട് അവർക്ക് വേണ്ട ഈ ഒരു ചെറിയ സ്കോർ മതിയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു ഓഡിയോ കേട്ടിട്ട് അതേപോലെ ചിലപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ബാക്കിയുള്ള ഒരു പ്രൊഫഷൻ സ്കോറിംഗ് അല്ലെങ്കിൽ കോമ്പിറ്റന്റ് പ്രൊഫഷൻ സ്കോറിംഗ് അല്ലെങ്കിൽ സുപ്പീരിയർ സ്കോറിംഗ് നോക്കുന്ന ആളുകളുടെ അത്രയും വൃത്തിക്ക് പറയാൻ സാധിക്കത്തില്ലായിരിക്കും. സോ ഇങ്ങനെയുള്ള ആളുകൾ അവർക്ക് വേറെ മാർഗ്ഗമില്ല. സോ ഇങ്ങനെയുള്ള ആളുകൾക്ക് ടെംപ്ലേറ്റ് ഉപയോഗിക്കാം. ടെംപ്ലേറ്റ് വർക്ക് ചെയ്യത്തില്ല എന്നല്ല, ടെംപ്ലേറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത് വെച്ചാൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസിന്റെ അത് സർക്കുലേറ്റ് ചെയ്ത് കിടക്കുന്ന ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കാതിരിക്കുക. എല്ലാവരും ഉപയോഗിച്ചിരിക്കുന്ന സാധനം ഉപയോഗിക്കാണ്ടിരിക്കുക. കാരണം ഇതിന് നമ്മൾ ടെംപ്ലേറ്റ് ആണ് യൂസ് ചെയ്തതെന്ന് AI ഫ്ലാഗ് ചെയ്യുകയാണെങ്കിൽ ഇത് ഹ്യൂമനെ കൂടെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ടാസ്ക് ആണ്. സോ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ PR-ന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറയാവുന്നല്ലോ, അത്രയും വലിയ ഹെവി ടാസ്ക് ഒന്നുമില്ല. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് മാത്രമാണ് റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ. എന്നാൽ നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ല, ഒരു ബിലോ ആവറേജ് സ്റ്റുഡന്റ് ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് തോന്നുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ടെംപ്ലേറ്റ് ഉപയോഗിക്കാം. അതായത് ബിലോ ആവറേജ് സ്റ്റുഡന്റ് 10th ക്ലാസ് ഒക്കെ പാസ്സായിട്ടുള്ള മാത്രമുള്ള ആളുകൾ നിങ്ങൾക്ക് ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കാം. സോ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ PT കോറിന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ അയച്ചേക്കാം. നമുക്കിനി റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് വൺ മോർ തിങ്, നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ്, അത് PT അക്കാഡമിക് ആണെങ്കിലും PT കോർ ആണെങ്കിലും PT അക്കാഡമിക് UKV ആണെങ്കിലും റെക്കോർഡഡ് ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്നോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.
ആൻഡ് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസിന്റെ കൂട്ടത്തിൽ തന്നെ എന്റെ 1 hour സെഷൻ പേഴ്സണലൈസ്ഡ് കോച്ചിങ് ഉണ്ടാവും. ആൻഡ് ഇനി നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് അല്ല പേഴ്സണലൈസ്ഡ് കോച്ചിങ് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എല്ലായിടത്തും എന്റെ നമ്പേഴ്സ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് എന്റെ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാനായിരിക്കും. സോ നൗ ഇനി ഞാൻ ഒരു റെസ്പോണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ആദ്യം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ചെയ്യാം. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരെയാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഒരു കഫേ പോയി കോഫി കുടിച്ച് തിരിച്ച് നിങ്ങൾ വീട്ടിൽ പോകാനായിട്ട് ട്രെയിൻ കയറിയപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ബാഗ് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് ഉള്ള ബാഗ് നിങ്ങൾ അവിടെ മിസ്സായി പോയത്. സോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? യൂഷ്വലി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഗൂഗിൾ എടുക്കുക, അവരുടെ നമ്പർ നോക്കുക, എന്നിട്ട് അവരെ വിളിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് ഗൂഗിൾ എടുത്ത് അവരുടെ നമ്പർ എടുത്തിട്ട് നമ്മൾ എന്തായിരിക്കും പറയാം? Is this Miracle Cafe? Am I talking to its manager? I'm Jelita. I came there with my friends at 4:30 p.m. to have coffee from there. But unfortunately, I missed my bag over there. പിന്നെ നമുക്ക് നമ്മുടെ ബാഗിന്റെ ഡീറ്റെയിലിംഗ്, അത് നമ്മളുടെ ബാഗ് ആണ് എന്ന് ഉറപ്പ് വരുത്താനായിട്ട് നമുക്ക് ബാഗിന്റെ ഡീറ്റെയിലിംഗ് കൊടുക്കാം. It is a blue color sky bag and my important documents such as my passport and driving license is in it. So it will be very helpful if you could courier it to me so that I will send you my address, or else within 2 days I will be back. അതായത് നമുക്ക് ഓപ്ഷൻസ് കൊടുക്കും. ഒന്നിട്ട് നിങ്ങൾ കൊറിയർ ചെയ്യുക, അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ഞാൻ അങ്ങോട്ട് വരും എന്നുള്ള ഓപ്ഷൻസ് കൊടുക്കാം. സോ ഒരു റിയൽ ടൈം അല്ലെങ്കിൽ ഒരു റിയൽ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതേപോലെ സംസാരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും, നമ്മൾ ലാഗ് വരികയാണ് എന്നുള്ള ലാഗോ അല്ലെങ്കിൽ ഫണ്ടിങ്ങോ ഒക്കെ വരുന്നതിന് പ്രശ്നമുണ്ടോ? നേരത്തെ ഇതൊക്കെ സ്പീക്കിങ്ങിന് ഫ്ലുവൻസിനെ എഫക്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം അത് അത്രയും ഫ്ലുവൻസിനെ എഫക്ട് ചെയ്യില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ യൂഷ്വലി സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിച്ചാൽ മതി. ആൻഡ് ഒരുപാട് സ്പീക്കിംഗ് ടാസ്കുകൾ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റീറ്റലക്ഷൻ ആണെങ്കിലും റെസ്പോണ്ട് ബേസ് സിറ്റുവേഷൻ ആണെങ്കിലും സമറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണെങ്കിലും കുട്ടികൾ കൂടുതലും ഉപയോഗിക്കുന്നത് ടെംപ്ലേറ്റിന് പകരം ഇപ്പൊ ഉപയോഗിക്കുന്നത്, അതായത് ഒരു സാധനം ആഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അഡീഷണലി, ഫർദർ മോർ, മോർ ഓവർ എന്നുള്ള വാക്കുകളാണ്. അത് യൂഷ്വലി ലിങ്കിങ് വേർഡ്സ് ആണ്, കണക്റ്റിംഗ് വേർഡ്സ് അല്ലെങ്കിൽ ലിങ്കിങ് വേർഡ്സ് ആണ്. ഇത് തന്നെയാണ് കുട്ടികൾ റൈറ്റിംഗിലും ഉപയോഗിക്കുന്നത്. സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ്, സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിനൊക്കെ. ആക്ച്വലി ഇതിനെ നമ്മൾ ലിങ്കിങ് വേർഡ്സ് അല്ലെങ്കിൽ കണക്റ്റിംഗ് വേർഡ്സ് അല്ലെങ്കിൽ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്നാണ് പറയുന്നത്. ഈ ഡിസ്കോഴ്സ് മാർക്കേഴ്സിന് നമുക്ക് സ്പോക്കൺ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ഉണ്ട്, റിട്ടൺ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഫർദർ മോർ, അഡീഷണലി, മോർ ഓവർ ഇതൊക്കെ റിട്ടൺ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ആണ്. അതായത് റൈറ്റിംഗിന് വേണ്ടി നിങ്ങൾക്ക് സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിനോ സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റിനോ ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾ എന്താണ് സ്പീക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്? സ്പീക്കിംഗ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വേറെ കുറെ ലിസ്റ്റ് ഓഫ് ഉണ്ട്. ആൻഡ്, ഓൾസോ, വെൽ, അങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട്. ഓൺ ദ അതർ ഹാൻഡ് ഒരു ലിസ്റ്റ് ഓഫ് ഇതുണ്ട്. ഞാൻ അതിന്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നൗ ഇപ്പൊ ഞാൻ റെസ്പോണ്ട് ബേസ് സിറ്റുവേഷൻ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒരു സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ഒരു സെക്കൻഡ്. നിങ്ങൾക്ക് സ്ക്രീൻ ഇപ്പം വരും. വന്നു. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം. ആൻഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ മാത്രം പ്രാക്ടീസ് ചെയ്തിട്ട് അതിന്റെ സ്കോറിംഗ് നിങ്ങൾ റിലേ ചെയ്യരുത്. ഇത് എന്നെ പോലെ നിങ്ങളെ പോലെയുള്ള ആളുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ അതിന്റെ സ്കോറിംഗ് ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കുന്നത്. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ന രീതിയിൽ മാത്രമേ ഇതിനെ കാണുള്ളൂ. സ്പീക്കിങ്ങിന്റെ ഒരു സ്കോറിംഗ് നിങ്ങൾ ഒരു ആപ്ലിക്കേഷന്റെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷന്റെയും സ്കോറിംഗ് നിങ്ങൾ ആക്യുറേറ്റ് അല്ല. പിയേഴ്സൺകാരുടെ സ്കോറിംഗുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. പിയേഴ്സൺകാർ അവർ കോടികൾ കൊടുത്തിട്ട് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്കോറിംഗും കാര്യങ്ങളാണ്. അപ്പൊ അതുമായിട്ട് ഒരിക്കലും ഇതിനെ കമ്പയർ ചെയ്യരുത്. ഒരുപാട് കുട്ടികൾ വിളിച്ചിട്ട് പറയുന്നത് എനിക്ക് ഇന്ന പോർട്ടലിൽ പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും സ്കോർ ഉണ്ടായിരുന്നു, പക്ഷെ എക്സാമിന് പോയി പ്രാക്ടീസ് ചെയ്തപ്പോൾ ഇത്രയുമാണ് സ്കോർ കിട്ടിയത്. എപ്പോഴും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 2-3 പോർട്ടലുകളിൽ പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് അതിന്റെയൊക്കെ ഒരു ആവറേജ് നോക്കി നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എത്രയാണ് സ്കോറിംഗ് വേണ്ടത് കിട്ടാൻ പോകുന്നത് എന്നുള്ളത്. ഏതെങ്കിലും ഒരെണ്ണം മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകരുത്.
ഓക്കെ, അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. എല്ലാ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിന്റെ അകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് എത്ര വേണേലും പ്രാക്ടീസ് ചെയ്യാം. സ്കോറിംഗ് കാണുന്നത് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കാം. സ്ക്രീൻ ഷെയർ ആയല്ലോ. സ്ക്രീൻ ഷെയർ ആയിട്ടുണ്ട്. അപ്പം ഇതൊരു ഇമ്പോർട്ടന്റ് ടാസ്ക് ആണ്. അതിന്റെ എളുപ്പമാണ്. നിങ്ങൾ ഇതൊന്നും പുതിയ ടാസ്കുകൾ ഡിഫിക്കൽട്ട് ആണെന്ന് വിചാരിക്കരുത്. ഇപ്പൊ PT കുറച്ചുകൂടെ എളുപ്പമായിട്ടുണ്ട്. നേരത്തേനേക്കാളും സ്കോർ കയറാനായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ സ്കോർ കിട്ടുന്നുണ്ടായിരുന്നു. നേരത്തെ സ്പീക്കിങ്ങിന് ഇത്രയും സ്കോർ പെട്ടെന്ന് കിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് സ്പീക്കിങ്ങിനൊക്കെ ഒരുപാട് മാർക്ക് കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തെടുത്ത് കാണിക്കാം. We lent an English book to a friend 3 weeks ago, and he hasn't returned it yet. Now you need the book very much. What would you say to him? ആക്ച്വലി ഇതിന്റെ അകത്ത് ഇപ്പൊ കാർ പാർക്കിങ്ങിനെ കുറിച്ചിട്ടാണ് ഓഡിയോ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ അവര് ഓഡിയോയിൽ പറഞ്ഞേക്കുന്നത് ബുക്കിനെ കുറിച്ചിട്ടാണ്. ഒരൊറ്റ സെക്കൻഡ്, അത് അവരുടെ വെബ്സൈറ്റിന്റെ എന്തോ ഒരു ഇഷ്യൂ ആണ്. ഒന്നുകൂടെ എപ്പോഴും ഓഡിയോയിൽ പറയുന്ന സെയിം സാധനം തന്നെ ആയിരിക്കും അവിടെ എഴുതി വെച്ചിരിക്കുന്ന ട്രാൻസ്ക്രിപ്റ്റ്. ഓക്കെ, We lent an English book to a friend 3 weeks ago, and he hasn't returned it yet. ഇവിടെ തൊട്ട് താഴത്തെ ക്വസ്റ്റിനെ കുറിച്ചിട്ടാണ് വീണ്ടും അവിടെ പറയുന്നത്. അത് അവരുടെ എന്തോ ടെക്നിക്കൽ എറർ ആണ്, അത് കാര്യമാക്കണ്ട. അപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പൊ യു വാട്ട് എ കാർ ആൻഡ് യു ഡോണ്ട് നോ വെയർ ടു പാർക്ക് അറ്റ് സ്കൂൾ, സോ യു ആസ്ക് യുവർ ക്ലാസ്മേറ്റ്. അപ്പം നമ്മളൊരു ക്ലാസ്മേറ്റിന്റെ അടുത്ത് ചോദിക്കുന്നു എന്നുള്ളതാണ്. സോ നമ്മൾ ഇങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്. Hi, I just bought a car and I'm not sure where the parking area for student is. Since you also drive to school, could you please tell me where I can park? I would really appreciate your help. I hope that you could help me in this situation. Thank you so much. Okay, അപ്പൊ നമുക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലാസ്മേറ്റ് സ്കൂളിൽ എപ്പോഴും ഡ്രൈവ് ചെയ്ത് വരുന്ന ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്. ആൻഡ് നമ്മൾക്ക് ഡ്രൈവ് ചെയ്തിട്ട് വന്നാൽ ആ കാർ എവിടെ പാർക്ക് ചെയ്യേണ്ടത് നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ നമ്മൾ ആ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇപ്പം ഞാനിപ്പോ പറഞ്ഞത് ഹായ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, നിങ്ങൾക്ക് ഒരു പേര് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേര് കൊടുക്കണം, അപ്പൊ നല്ലതായിരുന്നു. അപ്പൊ നമുക്കിപ്പോ പറയുമ്പോൾ പറയാം, ഹായ് രാഹുൽ, ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ എം കമ്മിങ് ടു സ്കൂൾ ബൈ കാർ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ ഡോണ്ട് നോ വേ ഐ ഷുഡ് പാർക്ക് ദ കാർ. അപ്പൊ നമുക്കൊരു പേര് കൊടുക്കണമെങ്കിൽ നമുക്കൊരു പേര് കൊടുക്കാം. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ളൊരു പേര് കൊടുത്ത് തന്നെ സംസാരിക്കാം. നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോ പ്രാക്ടീസ് ചെയ്യാൻ നേരത്തെ ഓഡിയോയിൽ കേട്ട അവർ ഓഡിയോയിൽ പറഞ്ഞിരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യന്റെ ഓഡിയോ ആണ്. ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഈ കാർ പാർക്കിന്റെ ആണ്. അത് വെബ്സൈറ്റിന്റെ ഇഷ്യൂസ് ആണ്, അത് കാര്യമാക്കണ്ട. ഞാൻ വേറൊരു വെബ്സൈറ്റിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. You have been invited to your friend's birthday party, but you have an important assignment due the next day. You won't be able to make it to your friend's birthday party. What would it? You have been invited to your friend's birthday party, but you have an important assignment due the next day. You would not be able to make it to your friend's party. What do you say to him? Hi Tina, I know that on September 15th it's your birthday party, but unfortunately I have an important assignment the very next day. This is my final semester and I'll have to submit my assignment. That is the last day, and I hope that you will understand my situation. Anyway, we will meet up on the next week. Can you please suggest me some days in which you are free so that we can meet somewhere else? Anyway, belated happy birthday, advance birthday wishes to you. ഓക്കെ, ഞാൻ പറയാണ്ട് ബിലേറ്റഡ് വിഷസ് എന്നാ പറഞ്ഞ അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് ചെയ്യും. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് ലാഗുകൾ വരുന്നതോ അതൊന്നും അവിടെ പ്രശ്നമല്ല. നേരത്തെ ഇതൊക്കെ നമ്മളെ ഫ്ലുവൻസിനെ എഫക്ട് ചെയ്യുമായിരുന്നു, പക്ഷെ ഇതൊന്നും ഇപ്പം അതൊരു പ്രശ്നമല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയായിരിക്കണം നമ്മൾ റെസ്പോണ്ട് ബേസ് സിറ്റുവേഷൻ എന്ന ഉള്ളൊരു ടാസ്ക് ചെയ്യേണ്ടത്. ആൻഡ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങൾ ഉണ്ട്, വേറെ ഏതെങ്കിലും ടാസ്കുകളുടെ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. സോ ഞാൻ ആ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ആൻഡ് പേഴ്സണലൈസ്ഡ് ഓൺലൈൻ കോച്ചിങ്ങിന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ഇൻ മൈ വാട്സ്ആപ്പ് നമ്പർ. താങ്ക് യു സോ മച്ച്.